എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യണം. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന കേരള PSCയുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിലെ കുറച്ച് ചോദ്യങ്ങളാണ്. അതുപോലെ തന്നെ ഫൈനാൻസിംഗ് പ്രകാരം ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളും നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവിടെ നമ്മൾ ഒന്നാമതായിട്ട് പരിചയപ്പെടുന്നത് ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്നാമത്തെ ചോദ്യമായിട്ട് പരിചയപ്പെടുന്നത്. നമുക്കറിയാം ത്രികക്ഷി സൗഹാർദ്ദവും ത്രികക്ഷി സഖ്യങ്ങളൊക്കെ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഒന്നാം ലോക മഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് ഈ ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്നത് പ്രധാനമായിട്ടും ആരൊക്കെ തമ്മിലാണെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരിക ത്രികക്ഷി സഖ്യവും അതുപോലെ തന്നെ ത്രികക്ഷി സൗഹാർദ്ദ സഖ്യവും തമ്മിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദ സഖ്യവും തമ്മിലാണ് ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്നത്. ത്രികക്ഷി സൗഹാർദ്ദ സഖ്യത്തിലുള്ള രാജ്യങ്ങൾ ഓർത്തിരിക്കാൻ, സൗഹാർദ്ദം ഫ്രണ്ട്ഷിപ്പ് എന്ന് കണക്കാക്കിയാൽ അതിലെ FRE ആദ്യത്തെ 3 ലെറ്റർ, ഫ്രണ്ട്ഷിപ്പ് എന്ന് എഴുതുമ്പോൾ ആദ്യത്തെ 3 ലെറ്റർ, അതിൽ F എന്ന് പറഞ്ഞാൽ ഫ്രാൻസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റഷ്യയാണ്, R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റഷ്യയാണ്, E എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലണ്ട് ആണ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ത്രികക്ഷി സൗഹാർദ്ദ സഖ്യങ്ങൾ ഓർത്തിരിക്കുന്നത്. ത്രികക്ഷി സഖ്യം എന്ന് പറയുമ്പോൾ അതിൽ ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കുന്നത് ജർമ്മനിയാണ്, രണ്ടാമതായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഇറ്റലിയാണ്, രണ്ടാമത്തെ രാജ്യം നമ്മൾ പരിചയപ്പെട്ടു ഇറ്റലിയാണ്, പിന്നെ വരുന്നത് ഓസ്ട്രിയ ഹംഗറിയാണ് മൂന്നാമതായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഇറ്റലിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ത്രികക്ഷി സഖ്യത്തിന്റെ കൂടെയും ത്രികക്ഷി സൗഹാർദ്ദ സഖ്യത്തിന്റെ കൂടെയും നിലനിന്ന രാജ്യം ചോദിച്ചാൽ ഇറ്റലിയാണ്. തുടക്കത്തിൽ ത്രികക്ഷി സഖ്യത്തിന്റെ കൂടെയും അവസാനം ത്രികക്ഷി സൗഹാർദ്ദ സഖ്യത്തിന്റെ കൂടെയുമായിരുന്നു ഇറ്റലി. അതേപോലെ തന്നെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിക്കുന്ന ആരാണ്? ഈ പറയുന്ന ത്രികക്ഷി സൗഹാർദ്ദ സഖ്യം, അതായത് ഫ്രാൻസിന്റെ ഇംഗ്ലണ്ടിന്റെ നേതൃത്വത്തിലുള്ള സഖ്യമാണ് വിജയിക്കുന്നതെന്ന കാര്യം ഓർത്തിരിക്കുക. ഇതാണ് നമ്മളെ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ഇനി നമ്മൾ ഉത്തരത്തിലേക്ക് വരിക. ഉത്തരം നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യയാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഓപ്ഷൻ C ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. അതായത് ഇവിടെ രണ്ടാമത് കൊടുത്തിരിക്കുന്നതാണ് ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ധാരാതലീയ ഭൂപടങ്ങളുടെ ഡിഗ്രി ഷീറ്റുകളുടെ അക്ഷാംശ രേഖാംശ വ്യാപ്തി എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ധാരാതലീയ ഭൂപടം ഉണ്ട്, ആ ധാരാതലീയ ഭൂപടത്തിൽ ഡിഗ്രി ഷീറ്റുകളുണ്ട്. അതിന്റെ അക്ഷാംശ രേഖാംശ വ്യാപ്തി എന്ന് പറയുന്നത് 1 ഡിഗ്രി അക്ഷാംശ രേഖാംശ വ്യാപ്തിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നു ധാരാതലീയ ഭൂപടത്തെ കുറിച്ചാണ്. ഒരേ വലുപ്പത്തിലും ആകൃതിയിലുമുള്ള അനേകം ഷീറ്റുകളായിട്ട് ലോകത്തിലെ മുഴുവൻ പ്രദേശങ്ങളെ ധാരാതലീയ ഭൂപടങ്ങളിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരേ വലുപ്പത്തിലും ഒരേ ആകൃതിയിലുമുള്ള അനേകം ഷീറ്റുകളിലായിട്ടാണ് ലോകത്തിലെ വിവിധ പ്രദേശങ്ങളെ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ചും കൂടെ വ്യക്തതയിൽ വന്നിട്ടുണ്ടെങ്കിൽ എത്ര ഷീറ്റുകളാൽ ചിത്രീകരിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ 2222 ഷീറ്റുകളാലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ലോകം മുഴുവൻ ചിത്രീകരിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഷീറ്റുകളുടെ എണ്ണം എത്രയാണെന്ന് വെച്ചാൽ 2222 ആണ്. അപ്പൊ അതെങ്ങനെയാണെന്നാണ് ഇനി ഒന്ന് പരിചയപ്പെടുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ 2222 എന്ന് പറയുന്ന സംഖ്യയിലേക്ക് എത്തിയിരിക്കണത് നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്കറിയാം നമ്മുടെ 0 ഡിഗ്രി അക്ഷാംശം എന്ന് പറയുന്നതാണ് ഭൂമധ്യ രേഖ എന്ന് പറയുന്നത്, ഇക്വേറ്റർ എന്ന് പറയുന്നത്. ഈ 0 ഡിഗ്രി അക്ഷാംശത്തിന് മുകളിലോട്ട്, അതായത് ഈ ഒരു ഭാഗത്തേക്ക് നമുക്കതിനെ നോർത്തേൺ ഹെമിസ്ഫിയർ അല്ലെങ്കിൽ ഉത്തരാർദ്ധഗോളം എന്നും, താഴോട്ട് നമ്മൾ അതിനെ ദക്ഷിണാർദ്ധഗോളം എന്നും പറയും, അല്ലെങ്കിൽ സദേൺ ഹെമിസ്ഫിയർ എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഈ 0 ഡിഗ്രി മുതൽ ഈ നോർത്ത് ഭാഗത്തേക്ക് 60 ഡിഗ്രി വരെ, 60 ഡിഗ്രി നോർത്ത്, ഈ താഴെ 60 ഡിഗ്രി സൗത്ത്, ഇത്രയും ഭാഗത്ത് ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ചിത്രീകരിക്കാനായിട്ട് ടോട്ടൽ 1800 ഷീറ്റുകളാണ് വേണ്ടി വന്നിരിക്കുന്നത്. അത്രയും ഭാഗങ്ങൾ ചിത്രീകരിക്കാനായിട്ട് ധാരാതലീയ ഭൂപടത്തിൽ എത്ര ഷീറ്റുകൾ വേണ്ടി വന്നിരിക്കുന്നു? 1800 ഷീറ്റുകളാണ് വേണ്ടി വന്നിരിക്കുന്നത്. ഇനി 60 ഡിഗ്രി നോർത്ത് മുതൽ 88 ഡിഗ്രി നോർത്ത് വരെയും 60 ഡിഗ്രി സൗത്ത് മുതൽ 88 ഡിഗ്രി സൗത്ത് വരെ. അപ്പൊ ഈ പറയുന്ന ഈ പ്രദേശം പ്ലസ് ഈ താഴെ വരുന്ന ഈ പ്രദേശം, ഇത്രയും ചിത്രീകരിക്കാനായിട്ട് ഈ രണ്ടും കൂടിയിട്ട് 420 ഷീറ്റുകളാണ് വേണ്ടി വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു 60 ഡിഗ്രി നോർത്ത് ടു 60 ഡിഗ്രി സൗത്ത് 1800, 60 ഡിഗ്രി നോർത്ത് ടു 88 ഡിഗ്രി നോർത്ത്, അതേപോലെ 60 ഡിഗ്രി സൗത്ത് ടു 88 ഡിഗ്രി സൗത്ത്, ഇത് രണ്ടും കൂട്ടി 420 ഷീറ്റുകളാണ് ഇത്രയും പ്രദേശങ്ങൾ ചിത്രീകരിക്കാനായിട്ട് വേണ്ടിയിരിക്കുന്നത്. ഇനി അവശേഷിക്കുന്ന 88 ഡിഗ്രി മുതൽ 90 ഡിഗ്രി നോർത്ത് വരെ, അതായത് നമുക്കതിന് എന്തെന്ന് പറയാം? നമ്മുടെ ഉത്തര ധ്രുവം എന്ന് നമുക്ക് പറയാം, നോർത്തേൺ പോൾ എന്ന് നമുക്ക് പറയാം. 82 ഡിഗ്രി സൗത്ത് മുതൽ 90 ഡിഗ്രി സൗത്ത് വരെ, അതായത് നമ്മുടെ
എന്താണ് നമ്മുടെ സദേൺ പോൾ എന്ന് നമുക്ക് പറയാം. അപ്പൊ ഈ രണ്ട് പോളുകൾ ചിത്രീകരിക്കാനായിട്ട്, നോർത്തും സൗത്തും, ആ രണ്ട് പോളുകൾ ചിത്രീകരിക്കാനായിട്ട് രണ്ട് ഷീറ്റുകളാണ് വേണ്ടി വന്നിരിക്കുന്നത്. അപ്പൊ ടോട്ടൽ ഇപ്പൊ എത്രയായി? 1800, 420, പിന്നെ ആ രണ്ടും കൂട്ടുമ്പോൾ 2222. അപ്പൊ ആ 2222 എങ്ങനെയാ കിട്ടിയെന്ന് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. PSC റിപ്പീറ്റ് ആയി ചോദിക്കുന്നതാണ്, പഠിച്ചു വെക്കുക. ഈ ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി. ഇനി അടുത്തത്, നമ്മുടെ ഈ ധാരാതലീയ ഭൂപടത്തിൽ എന്തുണ്ട്? ധാരാതലീയ ഭൂപടത്തിൽ മില്യൺ ഷീറ്റുകൾ എന്ന് പറയുന്ന ഒരു ടേം നമുക്ക് പരിചയപ്പെടണം. അപ്പൊ ധാരാതലീയ ഭൂപടത്തിൽ എന്താണ്? മില്യൺ ഷീറ്റുകൾ എന്ന് പറയുന്ന ഒരു ടേമാണ് നമ്മൾ ഇനി പരിചയപ്പെടാനായിട്ട് പോകുന്നത്. മില്യൺ ഷീറ്റ്. അപ്പൊ ഈ നമ്മുടെ ധാരാതലീയ ഭൂപടത്തിൽ 4 ഡിഗ്രി അക്ഷാംശവും 4 ഡിഗ്രി രേഖാംശവും വ്യാപ്തിയായിട്ട് എന്ത് ഉൾക്കൊള്ളുന്നുണ്ട്? മില്യൺ ഷീറ്റുകൾ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞത്? അക്ഷാംശം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈസ്റ്റ് ടു വെസ്റ്റ് ഈ ഒരു ഡയറക്ഷനിൽ വരയ്ക്കുന്നതല്ലേ അക്ഷാംശം എന്ന് പറയുന്നത്. നമ്മൾ ഗ്ലോബ് എടുത്ത് നോക്കിയാൽ അക്ഷാംശം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നോർത്ത് ടു സൗത്ത് ഡയറക്ഷനിൽ വരയ്ക്കുന്നതല്ലേ രേഖാംശം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, 4 ഡിഗ്രി അക്ഷാംശ രേഖാംശ വ്യാപ്തിയിലാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് 0 ഡിഗ്രി രേഖാംശമാണെങ്കിൽ ഇവിടെ വരുന്നത് 4 ഡിഗ്രി രേഖാംശം. ഇത് 0 ഡിഗ്രി അക്ഷാംശമാണെങ്കിൽ ഇവിടെ വരുന്നത് 4 ഡിഗ്രി അക്ഷാംശം. അപ്പൊ എന്താണ്? 4 ഡിഗ്രി അക്ഷാംശം, 4 ഡിഗ്രി രേഖാംശ വ്യാപ്തി. ആ വ്യാപ്തിയിൽ ഉൾക്കൊള്ളുന്ന മില്യൺ ഷീറ്റുകൾ. ആ മില്യൺ ഷീറ്റുകൾക്ക് എന്താണ്? ഓരോ മില്യൺ ഷീറ്റുകൾക്കും 1 മുതൽ 105 വരെ എന്താണ് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ബുക്കുകളിലൊക്കെ ഇൻഡെക്സ് നമ്പർ എന്നൊക്കെ പറയും പോലെ ഇതിലെന്താണ് സൂചക നമ്പറുകൾ അല്ലെങ്കിൽ ഇൻഡെക്സ് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് 1 മുതൽ 105 വരെ. എന്താണ്? 1 മുതൽ 105 വരെ ഓർത്തിരിക്കുക. എന്താണ് ഞാൻ പറഞ്ഞത്? 4 ഡിഗ്രി അക്ഷാംശവും 4 ഡിഗ്രി രേഖാംശവും വ്യാപ്തിയിൽ ഉൾക്കൊള്ളുന്ന മില്യൺ ഷീറ്റുകൾക്ക് 1 മുതൽ 105 വരെ എന്താണ് നമ്പറുകൾ നൽകിയിരിക്കുന്നു. ഈ നമ്പറുകളെയാണ് നമ്മൾ ഇൻഡെക്സ് നമ്പർ അല്ലെങ്കിൽ സൂചക നമ്പറുകൾ എന്ന് പറയുന്നത്. അപ്പൊ 1 മുതൽ 105 വരെ. അപ്പൊ ഇവിടെ എന്താണ്? മില്യൺ ഷീറ്റുകളുടെ അക്ഷാംശ രേഖാംശ വ്യാപ്തി എത്ര എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ പറയേണ്ടത്? 4 ഡിഗ്രിയാണ്. ഓർത്തിരിക്കുക, മില്യൺ ഷീറ്റുകളുടെ അക്ഷാംശ രേഖാംശ വ്യാപ്തി എത്രയാണോ 4 ഡിഗ്രിയാണ്. ഇനി നമ്മുടെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് എന്തുവാ? ഡിഗ്രി ഷീറ്റുകളാണ്. ഇപ്പൊ ഇവിടെ മില്യൺ ഷീറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഓരോ മില്യൺ ഷീറ്റിനെയും 16 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അതായത് ഇതിപ്പോ 0 ഡിഗ്രി ആണല്ലോ, ഇവിടെ ഇത് 4 ഡിഗ്രി ആണല്ലോ. അപ്പൊ ഇതിനിടയിൽ എന്താണ്? 1 ഡിഗ്രി, 2 ഡിഗ്രി, 3 ഡിഗ്രി. 1 ഡിഗ്രി, 2 ഡിഗ്രി, 3 ഡിഗ്രി. അതുപോലെ തന്നെ അക്ഷാംശം ഉണ്ടല്ലോ, 1 ഡിഗ്രി, 2 ഡിഗ്രി, 3 ഡിഗ്രി. ഇപ്പൊ നോക്ക്, മൊത്തം 16 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതിൽ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡിഗ്രി ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ഭാഗം ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്ക്, ഇവിടുന്ന് ഇവിടം വരെ 1 ഡിഗ്രി എന്താ? 1 ഡിഗ്രി അക്ഷാംശ വ്യാപ്തി. ഇങ്ങോട്ട് എന്തുവാടോ? 1 ഡിഗ്രി രേഖാംശ വ്യാപ്തി. അതാണ് നമ്മുടെ ചോദ്യത്തിൽ എന്ത് തന്നിരിക്കുന്നത്? അക്ഷാംശ രേഖാംശ വ്യാപ്തി ഡിഗ്രി ഷീറ്റിന്റെ എത്രയാണ്? 1 ഡിഗ്രി എന്ന ഉത്തരത്തിലേക്ക് എത്താൻ കാരണം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിൽ 1 ഡിഗ്രി അക്ഷാംശ രേഖാംശ വ്യാപ്തിയിലുള്ള ഷീറ്റുകൾ ഓരോന്നിനും എന്താണ് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന തോത് എന്ന് പറയുന്നത് 1:2,50,000 ആണ്. 1:2,50,000 ആണെന്ന കാര്യം ഓർക്കുക. ആ ഒരു 1 എന്ന് പറയുന്നത് 2,50,000 സൂചിപ്പിക്കുന്നു. അപ്പൊ എന്താണ്? 1 ഡിഗ്രി അക്ഷാംശ രേഖാംശ വ്യാപ്തിയിലുള്ള ഈ ഷീറ്റുകൾ ഓരോന്നും നിർമ്മിച്ചിരിക്കുന്ന തോത് എത്രയാണ്? 1:2,50,000 ആണ്. 1:2,50,000 ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നത് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്റ്റുകളാണ് നമ്മൾ ഇത്രയും നേരം പരിചയപ്പെട്ടത്. പരിചയപ്പെട്ട കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്തത്, നിബന്ധമാല എന്ന ദേശാഭിമാന ബോധം തുളുമ്പുന്ന കൃതി ഏതു ഭാഷയിൽ രചിക്കപ്പെട്ടതാണെന്നാണ്. ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, മറാത്തി ഭാഷ എന്നാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇത് കൃത്യമായിട്ട് SCERT ടെക്സ്റ്റ് ബുക്കിൽ ഒരു കോളത്തിനുള്ളിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് കൃതികൾ, ആ കൃതി എഴുതിയ വ്യക്തികൾ ഏതു ഭാഷയിൽ എഴുതിയിരിക്കുന്നു എന്ന ഒരു കോളമുണ്ട്. ആ കോളത്തിൽ നിന്നാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് പ്രധാനമായിട്ടും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ കോളം ഒന്ന് പരിചയപ്പെടാൻ പോവാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾ പരിചയപ്പെട്ട് വെച്ചാൽ അത് പഠിച്ചു വെക്കണം. പരീക്ഷയ്ക്ക് ഒരു മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പൊ ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് എഴുത്തുകാരാണ്. ആ എഴുത്തുകാർ രചിച്ച ഈ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കൃതികൾ, നമ്മുടെ SCERT പറയുന്ന കൃതികൾ, ഒപ്പം അത് ഏത് ഭാഷയിലാണെന്നാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യം ഞാൻ പഠിക്കുന്നത് നമ്മുടെ ടാഗോർ രചിച്ച കൃതികളാണ്. ടാഗോർ കുറെ കൃതികൾ രചിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നമ്മൾ ഈ SCERT പറയുന്ന 2 കൃതികളാണ് പഠിപ്പിക്കുന്നത്. അതിലൊന്ന് എന്ന് പറയുന്നത് ഗോരയാണ്, മറ്റൊന്നെന്ന് പറയുന്നത് ഗീതാഞ്ജലിയാണ്. അപ്പൊ ഒന്ന് എന്ന് പറയുന്നത് ഗോരയാണ്,
മറ്റൊരു കൃതി ഇവിടെ നൽകിയിരിക്കുന്നത് ഗീതാഞ്ജലിയാണ്. ഇതിൽ ഈ രണ്ട് കൃതികളും രചിച്ചിരിക്കുന്ന ഭാഷ ചോദിക്കുകയാണെങ്കിൽ എന്ത് ഭാഷയിലാണ്? ഹിന്ദി ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്. സോറി, ഹിന്ദി ഭാഷയല്ല, ബംഗാളി ഭാഷ. ഏതാണ്? ബംഗാളി ഭാഷ. ഏതാണ്? ബംഗാളി ഭാഷ. അപ്പോൾ ഓർത്തിരിക്കുക, നമുക്ക് ഓർക്കാൻ പറ്റും. ടാഗോറിലെ ഗ, ഗോരയിലെ ഗ, ഗീതാഞ്ജലി ഗ, ബംഗാളിയിലെ ഗ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ടാഗോറിലെ ഗ, ഗീതാഞ്ജലിയിലെ ഗ, ഗോരയിലെ ഗ, ബംഗാളി എന്ന് പറയുന്ന ഭാഷയിൽ ഒരു ഗായുണ്ട് അല്ലെ? ഇവിടെ ഒരു ഗായുണ്ട്, ഇവിടെ ഒരു ഗായുണ്ട്, ഇവിടെ ഒരു ഗായുണ്ട്, ഇവിടെ ഒരു ഗായുണ്ട്. അപ്പൊ അത് വെച്ച് നമുക്ക് ഭാഷ ഓർത്തിരിക്കാൻ പറ്റും. ഇനി അടുത്തത് നമ്മുടെ പ്രേംചന്ദിന്റെ കൃതിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പ്രേംചന്ദ് രചിച്ചിരിക്കുന്ന 4 കൃതികളുണ്ട്. അതിൽ ഒന്നാമത്തെ പേര് പഠിച്ചു വച്ചേക്ക, സേവാസദൻ. എന്താണ്? സേവാസദൻ. അടുത്തത് പ്രേമാശ്രമം. അടുത്തത് രംഗഭൂമി. പിന്നെ ഗോദാൻ. അപ്പൊ ഈ തന്നിരിക്കുന്ന 4 കൃതികളും ആരുമായി ബന്ധപ്പെട്ടതാണ്? പ്രേംചന്ദുമായി ബന്ധപ്പെട്ടതാണ്. പ്രേംചന്ദുമായി ബന്ധപ്പെട്ട ഈ കൃതികൾ അദ്ദേഹം രചിച്ചിരിക്കുന്നത് ഹിന്ദി ഭാഷയിലാണ്. അപ്പൊ ഇവിടെ നമ്മൾ പ്രേംചന്ദ് ഹിന്ദി. അപ്പൊ അതിൽ ആ പ്രേംചന്ദിലെ ഇന്ത്യയും ഹിന്ദിയിലെ ഇന്ത്യയും അത് വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്ത് വെക്കുക. അപ്പൊ അദ്ദേഹം രചിച്ചിരിക്കുന്ന കൃതികൾ ഹിന്ദി ഭാഷ. അതിലൊന്നാണ് സേവാസദൻ എന്ന് പറയുന്നത് ഹിന്ദി ഭാഷയിൽ രചിച്ച പ്രേംചന്ദിന്റെ കൃതിയാണ്. പ്രേമാശ്രമം. അതുപോലെ തന്നെ രംഗഭൂമി. മറ്റൊന്ന് ഗോദാൻ. അതേപോലെ തന്നെ സേവാസദൻ. ഇതൊക്കെ ആരുടെ കൃതികളാണ്? പ്രേംചന്ദിന്റെ കൃതികളാണെന്ന കാര്യം ഓർത്തിരിക്കണം. ഇനി അടുത്തത് നമ്മൾ പരിചയപ്പെടുന്നത് സുബ്രഹ്മണ്യ ഭാരതിയുടെ കൃതികൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ടെക്സ്റ്റ് ബുക്കില് സുബ്രഹ്മണ്യ ഭാരതിയുടെ കൃതികൾ നൽകിയിട്ടുണ്ട്. അത് ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ ഒന്നാമതായിട്ട് പരിചയപ്പെടുന്നത് പാഞ്ചാലി ശപഥം. ഇനി 3 പാട്ടുകളാണ്. കളിപ്പാട്ട്. ഏതാണ് നമ്മൾ പരിചയപ്പെടുന്നത്? കളിപ്പാട്ട്. മറ്റൊന്ന് കണ്ണൻ പാട്ട്. മൂന്നാമതായിട്ട് പരിചയപ്പെട്ടത് കണ്ണൻ പാട്ട്. അവസാനമായി പരിചയപ്പെടുന്നു കുയിൽപ്പാട്ട്. ഇത് 3 ഈ 4 കൃതികളും രചിച്ചിരിക്കുന്ന ഏത് ഭാഷയിലാണ്? തമിഴ് ഭാഷയിലാണ്. സുബ്രഹ്മണ്യ ഭാരതി തമിഴ് ഭാഷയിൽ രചിച്ചിരിക്കുന്ന പാഞ്ചാലി ശപഥം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട്. ഇനി ഉറുദു ഭാഷയിൽ രചിച്ചിരിക്കുന്ന 2 കൃതികൾ പരിചയപ്പെടാം. ഒന്നാമത്തെ പേര് ഹയാത്ത് ഇ സാദി ഉണ്ട്. ഹയാത്ത് ഇ സാദിയും അതുപോലെ തന്നെ ഹയാത്ത് ഇ ജവീദ്. ഈ 2 കൃതികളും ഉറുദു ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്. ഇത് രചിച്ചിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് അൽത്താഫ് ഹുസൈൻ അലിയാണ്. ആരാണ്? അൽത്താഫ് ഹുസൈൻ അലിയാണ്. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നു ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജവീദ്. ഉറുദു ഭാഷയില് അൽത്താഫ് ഹുസൈൻ അലിയാണ്. ഹയാത്ത് ഇ സാദി അൽത്താഫ് ഹുസൈൻ അലി, ഹയാത്ത് ഇ ജവീദ് അൽത്താഫ് ഹുസൈൻ അലി രചിച്ചിരിക്കുന്നു. ഈ 2 കൃതിയും ഉറുദു ഭാഷയിലാണ്. ഇനി നമ്മുടെ ചോദ്യത്തിൽ വന്നിരിക്കുന്നത് നിബന്ധമാലയാണ്. മറാത്തി ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്. ആര് രചിച്ചിരിക്കുന്നു? വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. ആരാണ്? വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. ഓർത്തിരിക്കുക. ഇനി അടുത്തത് നമ്മുടെ വള്ളത്തോളിന്റെ 3 കൃതികൾ നൽകിയിട്ടുണ്ട്. വള്ളത്തോളിന്റെ 3 കൃതികൾ. അതിലൊന്ന് എൻ്റെ ഗുരുനാഥൻ. ഇതൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ്. എൻ്റെ ഗുരുനാഥൻ. മറ്റൊന്ന് ബാപ്പുജി. അടുത്ത കൃതി ഏതാണ്? ബാപ്പുജി. ഇനി ഒന്ന് ഇന്ത്യയുടെ കരച്ചിൽ. അപ്പൊ ഇതൊക്കെ ഓർത്തിരിക്കുക. ഇന്ത്യയുടെ കരച്ചിൽ. ഇതൊക്കെ മലയാള ഭാഷയിൽ നമ്മുടെ വള്ളത്തോൾ രചിച്ചിരിക്കുന്ന കൃതികളാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന കൃതികൾ, എഴുത്തുകാർ എന്ന് പറയുന്ന മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് ഒരു ചോദ്യം ചോദിച്ചു. ഉത്തരമായിട്ട് വരുന്ന മറാത്തി ഭാഷയിൽ രചിച്ച നിബന്ധമാല അത് ആരാണ് രചിച്ചതെന്ന് ചോദിച്ചാൽ വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ ആണ്. ഇനി അടുത്തത് ഇവിടെ തന്നിരിക്കുന്ന ആ ഒരു സമയത്തെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അതായത് പുതുതായി പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ തവള ഇനത്തിന്റെ പേര് എന്ത് എന്നാണ് ഇവിടെ നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി മിനർവാരിയ പെൻഡാലി. അതൊരു തവള ഇനമാണെന്ന കാര്യം ഓർത്തിരിക്കുക. എന്താണ്? തവള ഇനമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് മാത്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്.
മാത്സുമായി ബന്ധപ്പെട്ട് ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം -4, -7, -10 എന്ന സമാന്തര ശ്രേണിയെ സംബന്ധിച്ച് രണ്ട് പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? ഒന്നാമത്തെ പ്രസ്താവന പൊതുവ്യത്യാസം -3 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന സമാന്തര ശ്രേണി -4, -7, -10 എന്നാണ്. ഒരു സമാന്തര ശ്രേണിയിലെ തൊട്ടടുത്തുള്ള രണ്ട് പദങ്ങൾ എടുത്താൽ, അതേപോലെ തന്നെ ഏത് തൊട്ടടുത്തുള്ള രണ്ട് പദങ്ങൾ എടുത്താലും അവയുടെ പൊതുവ്യത്യാസം എപ്പോഴും സെയിം ആയിരിക്കും. ഇവിടെ -4, -7 ആ രണ്ട് പദങ്ങളുടെ രണ്ടാം പദം -7 ആണ്. -4 ഇത് ചെയ്താൽ കിട്ടുന്നതാണ് പൊതുവ്യത്യാസം. അല്ലെങ്കിൽ -10 -7 ചെയ്താൽ കിട്ടുന്നതും പൊതുവ്യത്യാസം. എപ്പോഴും പൊതുവ്യത്യാസം തുല്യമായിരിക്കും. അപ്പൊ ഇത് നമുക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ കിട്ടേണ്ടത് -3 എന്നാണ്. നോക്കുക, പൊതുവ്യത്യാസം -3 ആണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ബീജഗണിത രൂപം -3n+1 എന്നാണ് നൽകിയത്. അപ്പൊ ഇവിടെ നൽകിയിരിക്കുന്നത് 3n+1 ആണ്. -3n+1 ആ എന്നിന്റെ സ്ഥാനത്ത് ഞാൻ 1 എന്ന് കൊടുത്താൽ ഈ സമാന്തര ശ്രേണിയുടെ ഒന്നാം പദമായ -4 എനിക്ക് കിട്ടണം. 2 എന്ന് കൊടുത്താൽ -7 കിട്ടണം. അപ്പൊ ഇവിടെ നോക്കുക, എന്നിന്റെ സ്ഥാനത്ത് ഞാൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ -3 × 1+1 എന്ന് കിട്ടും. -3 × 1 എന്ന് പറയുമ്പോൾ -3 + 1. -3 + 1 എന്ന് പറയുമ്പോൾ 3 - 1 ചെയ്യുക, 2 കിട്ടുക. നെഗറ്റീവ് ആണ് ഇവിടെ വലിയ സംഖ്യേന്റെ കൂടെ ഉള്ളത്. അപ്പൊ -2 എന്നാണ് വരേണ്ടത്. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? -4 എന്നാണ്. അപ്പൊ അത് തെറ്റാണ്. രണ്ടാമത്തത് തെറ്റാണ്, ഒന്നാമത്തത് ശരി. 1 ശരിയും 2 തെറ്റുമാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി മാത്സുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം കൂടെ ചെയ്യാം. ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം √0.8 √20, അതായത് താഴെ തന്നിരിക്കുന്നവയിൽ ഗുണനഫലം എണ്ണൽ സംഖ്യകൾ വരുന്ന ജോഡികളേവ? എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ 1, 2, 3 ഇങ്ങനെയുള്ള ആ സംഖ്യകളാണ് നമുക്ക് ലഭിക്കേണ്ടത്. അതായത് ഡെസിമൽ പോയിന്റ് ഉള്ള സംഖ്യകളൊന്നും ലഭിക്കാൻ പാടില്ല. അപ്പൊ ഇവിടെ നോക്കുക, √0.8 × √20 ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് √0.8 × 20 എന്ന് എഴുതാൻ പറ്റും. √A × √B എന്ന് പറഞ്ഞാൽ √A × B ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ആ പോയിന്റ് ഒക്കെ അങ്ങോട്ട് മാറ്റിക്കളയാം. അതിന് പകരം 8 × 20 എന്ന് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ √116 എന്നാണ് കിട്ടുക. ഇനി നമ്മൾ ഈ പോയിന്റ് കൊടുക്കുകയാണെങ്കിൽ ഈ 0യ്ക്ക് പുറകിലായിട്ട് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. ഒറ്റ പോയിന്റേ ഉള്ളൂ. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒറ്റ ഡിജിറ്റേ ഉള്ളൂ. അപ്പൊ ഗുണിച്ചു കഴിഞ്ഞാൽ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ് വരണം. നിലവിൽ അത് 0 ആണ്. അപ്പൊ അത് വാല്യൂ ഇല്ല. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടേണ്ടത് √16ന്റെ റൂട്ടാണ് കിട്ടേണ്ടത്. അത് നമുക്കറിയാം 4 ആണ്. അപ്പൊ ഇപ്പൊ നമുക്കൊരു എണ്ണൽ സംഖ്യ കിട്ടി. അപ്പൊ ഇവിടെ 0.8ഉം 20ഉം ഗുണിച്ചു കഴിഞ്ഞാൽ √0.8ഉം √20ഉം ഗുണിച്ചു കഴിഞ്ഞാൽ എണ്ണൽ സംഖ്യ കിട്ടും. അപ്പൊ 1 എന്ന് പറയുന്നത് ഉത്തരത്തിൽ വരണം. അപ്പൊ 1ഉം 2ഉം ശരിയാണ്. സി എന്ന് പറയുന്ന ഓപ്ഷനിലും 1ഉം 3ഉം ശരിയാണ്. പക്ഷെ ബിയിൽ 1 ഇല്ല, ഡിയിലും 1 ഇല്ല. അപ്പൊ ആ രണ്ട് ഓപ്ഷൻ നമുക്ക് ഡിലീറ്റ് ആക്കാം. ഇനി നമുക്ക് 2ഉം 3ഉം ആണ് പരിശോധിക്കേണ്ടത്. ഈ 2ലേക്ക് വരുമ്പോൾ √0.8 × √0.2 എന്നാണ് വരിക. 0.2 എന്നാണ് വരിക. അപ്പൊ ഇവിടെ നമുക്ക് √8 × 2 എന്ന് എടുക്കാം. അപ്പൊ നമുക്ക് √16 എന്നാണ് വരിക. നോക്കുക, ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ്, ഇവിടെ ഒരു ഡിജിറ്റ്. അപ്പൊ നമ്മുടെ ആ മൾട്ടിപ്പിൾ ചെയ്ത് കിട്ടുന്ന ഉത്തരത്തിൽ ഡെസിമൽ പോയിന്റ് 2 ഡിജിറ്റ് വേണം. 0.16 √0.16 ഒരിക്കലും എന്ത് കിട്ടില്ല, നമുക്കൊരു എണ്ണൽ സംഖ്യ കിട്ടത്തില്ല. അപ്പൊ 2 വരില്ല. അപ്പൊ അവിടെ നിന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. കാരണം എന്താണ്, 1 വെച്ച് വരുന്ന 2 ഓപ്ഷനേ ഇനിയുള്ളൂ. അതിൽ സി എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും ഇനി ഉത്തരമായിട്ട് വരിക. ചെയ്തു നോക്കാം. 3 എന്ന് പറയുന്നതിൽ √13 × √1.2 ആണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം ഈ √13 × 12 ചെയ്യുന്നു. അപ്പൊ √316 എന്ന് കിട്ടുന്നു. ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒറ്റ ഡിജിറ്റ്. അപ്പൊ ഈ 0ത്തിന് പിറകിലായിരിക്കും ഡെസിമൽ പോയിന്റ് വരിക. അപ്പൊ √36 എന്ന് എടുത്താൽ മതി. അത് നമുക്ക് 6 എന്ന് കിട്ടി. അപ്പൊ അവിടെ എന്താണ്, 6 ഒരു എണ്ണൽ സംഖ്യയാണ്. അപ്പോൾ 1ഉം 3ഉം ആണ് എന്ത്, ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എണ്ണൽ സംഖ്യകൾ കിട്ടുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഉത്തരം എന്താണ്, ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി നമുക്ക് കുറച്ച് ഇംഗ്ലീഷ് ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം ഈ ഒരു ക്ലാസ്സിൽ അവസാനമായിട്ട്. അവിടെ തന്നിരിക്കുന്ന ചോദ്യം, അവർ ടീച്ചർ യൂസ്ഡ് ടു ഡാഷ് മെനി ഇൻട്രസ്റ്റിംഗ് എക്സാമ്പിൾസ് വൈൽ ടീച്ചിങ് ഗ്രാമർ എന്നാണ് ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം. അവർ ടീച്ചർ യൂസ്ഡ് ടു ഡാഷ് മെനി ഇൻട്രസ്റ്റിംഗ് എക്സാമ്പിൾസ് വൈൽ ടീച്ചിങ് ഗ്രാമർ എന്നാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സൈറ്റ് എന്ന് പറയുന്നുണ്ട്, SIGHT SITE, ഈ മൂന്നും തമ്മിലുള്ള അർത്ഥമാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട അർത്ഥ വ്യത്യാസം. ഇതില് CITE എന്ന് പറയുന്നത്
ടു മെൻഷൻ സംതിങ് ആസ് പ്രൂഫ് ഫോർ എ തിയറി. അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ ടീച്ചർ എന്താണ് ചെയ്യുന്നത്, ഈ ഗ്രാമർ ടീച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സാമ്പിൾസ് പറഞ്ഞു കൊടുക്കുകയാണ് ഈ കുട്ടികൾക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ സൈറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്, ടു മെൻഷൻ സംതിങ് ആസ് പ്രൂഫ് ഫോർ എ തിയറി. അപ്പോൾ എന്തെങ്കിലും ഒരു തിയറിക്ക് ഒരു പ്രൂഫായിട്ട് എന്തെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യുക, ഒരു എക്സാമ്പിൾ പറഞ്ഞു കൊടുക്കുന്നതിന് തുല്യമാണ്. അതാണ് സൈറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. SIGHT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ എബിലിറ്റി ടു സീ, അതായത് നമ്മുടെ കാഴ്ച, നമുക്ക് കാണാനുള്ള കഴിവ്, അതിനെയാണ് SIGHT കൊണ്ട് അർത്ഥമാക്കുന്നത്. SITE എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എ പ്ലേസ് വെയർ സംതിങ് ഈസ് ഹാപ്പനിങ്, ഒരു സ്ഥലം, ഒരു സൈറ്റ്, ഏതെങ്കിലും ഒരു സൈറ്റ് വിസിറ്റ് ചെയ്യാന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, അതാണ് SITE എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെ CITE അതുപോലെ തന്നെ SIGHT SITE എന്നതിൽ ഇതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. ഇനി അടുത്ത ചോദ്യം, ഇമോഷണൽ സ്ട്രെസ് ഈസ് വൺ ഓഫ് ദ റീസൺ ഫോർ ഡാഷ് ദ ക്രൈം ഓഫ് കില്ലിംഗ് എ ന്യൂ ബോൺ ചൈൽഡ്. അപ്പോൾ ഇവിടെ എന്താണ്, ദ ക്രൈം ഓഫ് കില്ലിംഗ് എ ന്യൂ ബോൺ ചൈൽഡിന്റെ വൺ വേർഡ് ആണ് നമുക്ക് ലഭിക്കേണ്ടത്. അത് ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. ശിശുഹത്യ എന്ന് മലയാളത്തിൽ പറയും. അപ്പൊ ഇൻഫാന്റിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ക്രൈം ഓഫ് കില്ലിംഗ് എ ന്യൂ ബോൺ ചൈൽഡ് എന്നാണ് അർത്ഥമാക്കുന്നത്. ഇനി ഇവിടെ തന്നിരിക്കുന്ന ജിനോസൈഡ് എന്ന് പറഞ്ഞാൽ കൂട്ടക്കൊലയാണ്, അതായത് മാസ് കില്ലിംഗ് ഓഫ് എ റേസ് എന്നാണ് പറയുക. ഇതിനെ നമുക്ക് എന്താ പറയുക? മാസ് കില്ലിംഗ് ഓഫ് എ റേസ് എന്നാണ് പറയുക. അതിൻ്റെ ഒറ്റവാക്യമാണ് ജിനോസൈഡ് എന്ന് പറയുന്നത്, കൂട്ടക്കൊല. ഇനി ഫില്ലിസൈഡ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫില്ലിസൈഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കില്ലിംഗ് ഓഫ് വൺ സൺ ഓർ ഡോക്ടർ എന്നാണ്, അതായത് സ്വന്തം കുഞ്ഞിനെ കൊല്ലുക. കില്ലിംഗ് ഓഫ് വൺ സൺ ഓർ ഡോക്ടർ, അതാണ് ഫില്ലിസൈഡ് എന്ന് പറയുന്നത്. കില്ലിംഗ് ഓൺ വൺ സൺ ബാർ ഡോക്ടർ, അതാണ് എന്ത്? ഫില്ലിസൈഡ്. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന മാട്രിസൈഡ് ആണ്. മാട്രിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കില്ലിംഗ് ഓഫ് വൺസ് ഓൺ മദർ, മാതൃഹത്യ എന്ന് നമുക്ക് പറയാം. അതേപോലെ തന്നെ മറ്റൊന്നാണ് പിതൃഹത്യ, പിതാവിനെ കൊല്ലുക. അതിനെ നമ്മൾ പറയുന്നത് പാട്രിസൈഡ് എന്നാണ്. PATRICIDE, ഇതാണെന്ത്? പിതാവിനെ കൊല്ലുക. കില്ലിംഗ് ഓഫ് വൺസ് ഓൺ ഫാദർ, അതാണ് എന്ത്? പാട്രിസൈഡ് എന്ന് പറയുന്നത്. മാട്രിസൈഡ് എന്ന് പറഞ്ഞാൽ അമ്മയെ കൊല്ലുക, മാതൃഹത്യ. ഇതേപോലെ മറ്റൊന്നാണ് നമ്മുടെ സഹോദരനെ കൊല്ലുകയാണെങ്കിലോ, കില്ലിംഗ് ഓഫ് വൺസ് ഓൺ ബ്രദർ ആണെങ്കിൽ അതിനെ നമ്മൾ ഫ്രാട്രിസൈഡ് എന്നാ പറയുക. FRATRICIDE, ഇതെന്താണ്? കില്ലിംഗ് ഓഫ് വൺസ് ഓൺ ബ്രദർ ആണ്. ഇനി കില്ലിംഗ് ഓഫ് വൺസ് ഓൺ സിസ്റ്റർ ആണെങ്കിലോ സോറോറിസൈഡ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം, ഇത് പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്നതാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അപ്പൊ നമ്മുടെ ഈ ചോദ്യത്തിന് ഉത്തരം എ ആണ്. ഇവിടെ ഓപ്ഷൻ എ ആണ്. രണ്ടാമത്തെ 82ാമത്തെ, വാട്ട് ആർ ദ ഡാഷ് ടു ബിക്കം എ കോളേജ് പ്രിൻസിപ്പൽ എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ 6 വന്നതുകൊണ്ട് പ്ലൂറൽ ഫോം വേണം. അപ്പൊ ഇവിടെ ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത് സിംഗുലാർ ആണ്, അതിന്റെ പ്ലൂറലാണ് ക്രൈറ്റീരിയ. ഇതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത് സിംഗുലാർ ആണ്, അതേ സമയത്ത് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പ്ലൂറലാണ്. അപ്പോൾ സിംഗുലാറും ഉണ്ട് പ്ലൂറൽ ഫോമും ഉണ്ട്. അതിൽ ഇവിടെ ക്രൈറ്റീരിയൻ എന്ന് പറയുന്ന സിംഗുലാർ, ക്രൈറ്റീരിയ എന്ന് പറയുന്ന പ്ലൂറൽ. അതുപോലെ തന്നെ ഡാറ്റം, അതിൻ്റെ സിംഗുലാർ പ്ലൂറൽ ഫോമാണ് ഡാറ്റ എന്ന് പറയും. അപ്പം ഡാറ്റ എന്ന് പറഞ്ഞാൽ പ്ലൂറലാണ്, ഡാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഗുലാർ ആണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് മീഡിയം എന്ന് പറഞ്ഞാൽ സിംഗുലാർ ആണ്, മീഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലൂറലാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് സ്ട്രാറ്റം എന്ന് പറഞ്ഞാൽ സിംഗുലാർ ആണ്, സ്ട്രാറ്റ എന്ന് പറഞ്ഞാൽ അത് പ്ലൂറൽ ഫോം ആണ്. അപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഇത് എപ്പോഴും റിപ്പീറ്റായി ചോദിക്കുന്ന ഒരു മേഖലയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ്. മീരാസ് പാരൻസ് ഹെൽപ്ഡ് ഹെർ ടു ഡു ഹെർ ഹോംവർക്ക് എന്നാണ് നൽകിയിരുന്നത്. ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ മീരാസ് പാരൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു പ്ലൂറൽ ആണ്. അതോടൊപ്പം തന്നെ ഹെൽപ്ഡ് എന്നാണ്. ഹെൽപ്ഡ് എന്ന് പറയുമ്പോൾ ഹെൽപ്പ് പ്ലസ് ഡിഡ് ആണ്.
ഈ ഡിഡിനെ പിടിക്കുക. ഈ സെന്റൻസിൽ നെഗറ്റീവ് വേർഡ്സ് ഒന്നുമില്ല, അപ്പോൾ ഈ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഡിഡിൻറ്റ് എന്ന് വരും. പിന്നെ പ്ലൂറൽ ആണ്, അപ്പോൾ ദേ ആണ്. ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. ഇനി അടുത്തത് അരുൺ ഡാഷ് ഹിസ് ഗ്രാൻഡ് പാരൻസ് ലാസ്റ്റ് വീക്ക് എന്നാണ്. ഇവിടെ കോൾഡ് ഓൺ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. കോൾ ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? വിസിറ്റ് എ പേഴ്സൺ എന്നാണ്. ആ പേഴ്സൺ എന്ന് നമ്മൾ എഴുതുമ്പോൾ ഈ ഓ എൻ പിടിച്ചിട്ട് കോൾ ഓൺ എന്ന് പറഞ്ഞാൽ വിസിറ്റ് എ പേഴ്സൺ ആണ്. കോൾ അറ്റ് എന്ന് പറഞ്ഞാൽ വിസിറ്റ് എ പ്ലേസ് ആണ്. വിസിറ്റ് എ പ്ലേസ് ആണ്. കോൾ ഔട്ട് എന്ന് പറഞ്ഞാൽ ടു സമ്മൺ ഓർ ഓർഡേർഡ് എന്നാണ്. ടു സമ്മൺ ഓർ ഓർഡർ എന്നാണ് കോൾ ഔട്ട്. കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? ക്യാൻസൽ ചെയ്യുക എന്നാണ് അർത്ഥം വരുന്നത്. ക്യാൻസൽ ചെയ്യുക. അടുത്തത് വൈൽ ഐ വാസ് ഗോയിങ് ടു ദ മാർക്കറ്റ് ഐ ഡാഷ് മൈ ഫ്രണ്ട് എന്നാണ്. അതായത് കഴിഞ്ഞ കാലത്തിൽ രണ്ട് പ്രവൃത്തികൾ നടക്കുകയാണ്, തുടർച്ചയായിട്ട് നടക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ കാലത്തിൽ നടന്ന രണ്ട് പ്രവൃത്തികളെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ കാലത്തിൽ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു പ്രവൃത്തി അത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും രണ്ടാമത് നടന്ന പ്രവൃത്തി എന്താണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസിലുമാണ് പറയേണ്ടത്. അപ്പോൾ തുടർച്ചയായിട്ട് നടന്ന പ്രവൃത്തി പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും രണ്ടാമത് നടന്ന പാസ്റ്റിലെ ആ പ്രവൃത്തി സിമ്പിൾ പാസ്റ്റ് ടെൻസിലുമാണ് പറയേണ്ടത്. അപ്പോൾ ഇവിടെ എന്താ? വൈൽ ഐ വാസ് ഗോയിങ് ടു ദ മാർക്കറ്റ്. അപ്പോൾ അവിടെ ആദ്യം നടന്ന പ്രവൃത്തി അത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയുന്നു. ഐ ഡാഷ് മൈ ഫ്രണ്ട് ആണ്. അവിടെ എന്താണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ മീറ്റ് മെറ്റ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവസാനം പറഞ്ഞത് കഴിഞ്ഞ കാലത്തിൽ നടന്ന രണ്ട് പ്രവൃത്തികളെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ കാലത്തിൽ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും അതേപോലെ തന്നെ രണ്ടാമത് നടന്ന പ്രവൃത്തി എന്താണ്? സിമ്പിൾ പാസ്റ്റിലുമാണ് പറയുക. ഇവിടെ തുടർച്ചയായി നടന്നുകൊണ്ടിരുന്ന ഒരു പ്രവൃത്തി ഐ വാസ് ഗോയിങ് ടു ദ മാർക്കറ്റ്. അതേപോലെ തന്നെ രണ്ടാമത് നടന്നതാണ് എന്ത്? ഐ മെറ്റ് മൈ ഫ്രണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് സിമ്പിൾ പാസ്റ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങൾ പ്രീവിയസ് ആയിട്ട് ചോദിച്ചാണ്. അപ്പോൾ ഇംഗ്ലീഷൊക്കെ നമ്മൾ പ്രീവിയസ് മാക്സിമം ചെയ്യണം. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, ഉപകാരപ്രദമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.